ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡിയോ വണ്ടി പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റുമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് നേർന്നതാണ്. അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കുന്ന സമയത്ത് കാർബേറ്ററിൻ്റെ ഫ്ലോട്ട് വാൽവ് പറഞ്ഞതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ സർവീസിലൊക്കെ തന്ന സമയത്ത് അഴിച്ച് ക്ലീൻ ചെയ്തതാണ്. വീണ്ടും സെയിം പ്രോബ്ലം തന്നെ കാണിച്ചത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടി നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പെട്രോളിൻ്റെ ഈ ഒരു പൈപ്പ് മാറ്റി പുതിയ പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ സൈഡും ചെറുതായിട്ട് ഒന്ന് ബഡ്ജായിട്ടൊരു അവസ്ഥയിലുണ്ടാവും. അത് ഇച്ചിരി ലൂസായിട്ട്, അപ്പോൾ ഇച്ചിരി ഹാർഡായണേൻ്റെയാണത്. അപ്പോൾ അത് ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ റിപ്പീറ്റ് വീണ്ടും വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ കാർബറേറ്റർ അസംബ്ലി ഈ ഇരിക്കുന്ന യൂണിറ്റ് മാറ്റി പുതിയത് വയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുറേ നേരം ചെക്ക് ചെയ്തൊക്കെ നോക്കിയായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് നേരമൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ട് നോക്കി. വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ നോക്കുക, വീണ്ടും തുടരെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കുക. കാരണം മറ്റേപാട് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കിയാൽ അത് കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്കും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാറ്. കാരണം അത് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. പൊടി അതിന് ഹബിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ വന്നിട്ട്, അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പെട്രോൾ ഉണ്ടായില്ല, 100 രൂപയുടെ പെട്രോളും വണ്ടിയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ട് നോക്കാം. കംപ്ലയിൻറ്റ്സ് ഈ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടാണ്. അത് ശരിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പെട്രോളുമായി ബന്ധപ്പെട്ട് വന്നൊരു കംപ്ലയിൻ്റ് ആണ്. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാലേ നോക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ.